ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിങ്. സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ജാങ്കോ ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെക്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ ഫോംസ് ആണ്. ഓക്കെ, സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫോംസ് ആണ് നോക്കിയത്, അതായത് എങ്ങനെ സബ്മിറ്റ് ചെയ്യണമെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് മോഡലിനകത്തോട്ട് നമുക്ക് സേവ് ചെയ്യണം, അതായത് ഡേറ്റാ ബേസിനകത്തോട്ട് സേവ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് കോഡിങ്ങിനകത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മളുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റിനകത്ത് നമ്മൾ മോഡൽസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ക്ലാസ് വെബ് പേജ്, ഇപ്പോൾ സപ്പോസ് നമുക്ക് വെബ് പേജിനകത്ത് നമുക്ക് സേവ് ചെയ്യാൻ നോക്കാം. സോ ഈ ക്ലാസ് നമ്മൾ ഫോംസിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്, വെബ് പേജ് 1. നിങ്ങൾക്ക് ക്ലാസ് വേറെ പേര് വേണമെങ്കിൽ കൊടുക്കാം. അതിനകത്ത് നമ്മൾ ഫോംസ് ഡോട്ട് മോഡൽ ഫോം എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ ക്ലാസ് മെറ്റ, സോ മെറ്റ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പൈത്തൺ ഈ വെർഷൻ 2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പൈത്തൺ ക്ലാസ് മെറ്റ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പൈത്തൺ വെർഷൻ 3 അത് മേളിലാണെങ്കിൽ നമ്മളിവിടെ മെറ്റയുടെ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സോ അതിനകത്ത് നമ്മളിവിടെ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ വെബ് പേജ്, ഓക്കെ, മോഡൽസിൻ്റെ ക്ലാസ് നമ്മളിവിടെ വെബ് പേജ് ആയിട്ടാണ് ഒരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്തത്. അതിൽ നമുക്ക് ഫീൽഡ്സ് നമ്മൾ ഓൾ എന്നാണ് എടുത്തത്. അതായത് മോഡൽസ്, ഈ വെബ് പേജിൻ്റെ മോഡലിനകത്ത് നമ്മൾ എല്ലാ ഫീൽഡായിരിക്കും എടുക്കുന്നത്. സോ നമ്മൾ എല്ലാ ഫീൽഡ് എടുക്കുമ്പോൾ നമ്മളത് സേവ് ചെയ്യാനാണ് നോക്കുക, എല്ലാ ഫീൽഡിലോട്ട് സേവ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ ഫോംസിനകത്ത് ക്ലാസ് എഴുതിയതിന് ശേഷം നമ്മൾ ഇനി അടുത്ത വ്യൂസിനകത്തോട്ട് വരണം. ഓക്കെ, സോ വ്യൂസിൽ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ എഴുതണം. ആ ഫംഗ്ഷൻ നമ്മൾ വെബ് പേജ് വ്യൂ എന്ന് പറഞ്ഞ് എഴുതുക. വെബ് പേജിനകത്ത് നമ്മൾ ഫോം വ്യൂ എഴുതിയതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോം വ്യൂ ചെയ്തതുപോലെ നമ്മൾ വെബ് പേജ് വ്യൂ എന്ന് പറഞ്ഞ പുതിയ ഫംഗ്ഷനകത്ത് എടുക്കുക. ഓക്കെ, അതിൽ നമ്മൾ ഫോം എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ വെബ് പേജ് 1, അതായത് നമ്മൾ ഫോംസിനകത്ത് പുതിയ ക്ലാസ് എഴുതിയത് അത് നമ്മൾ ഇവിടെ ഒരു വേരിയബിളിനകത്ത് ഇനിഷ്യലൈസ് ചെയ്യും. എന്നിട്ട് നമ്മൾ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ, ഓക്കെ, സോ പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇതിനകത്ത് കയറും, ഈ കണ്ടീഷനകത്ത് കയറും. അതിൽ നമ്മൾ ഫോം ഈസിക്കൽ ടു ഫോംസ് ഡോട്ട് വെബ് പേജ് 1 റെക് പോസ്റ്റ് ആയിരിക്കണം. ഓക്കെ, സോ ഫോം വാലിഡ് ആണെങ്കിൽ, ഓക്കെ, ഫോം വാലിഡ് ആണെങ്കിൽ നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മളിവിടെ ഫോമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഫീൽഡും നമ്മൾ കറക്റ്റായിട്ട് വാല്യൂ കൊടുത്തിട്ട് ഇത് വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. വാലിഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ഫോം ഡേറ്റാബേസിനകത്തോട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ചെയ്യുന്നത് നമ്മളുടെ റെൻഡർ ചെയ്യുന്ന HTML ടെംപ്ലേറ്റ് ആണ്, നമ്മളുടെ പഴയ ടെംപ്ലേറ്റ് തന്നെ ഫോം ഡോട്ട് HTML. അതിൽ നമ്മൾ ഫോമിന് മാത്രം ചേഞ്ച് വരും. ഓക്കെ, സോ ഈ ക്ലാസ്സിനകത്ത്, അതായത് നമ്മുടെ ഈ ഫോംസിൻ്റെ ക്ലാസ്സിൽ വെബ് പേജ് 1 വെബ് പേജിനകത്ത് ഈ ഇത്രയും ഫീൽഡ്സ് ആയിരിക്കും നമുക്കവിടെ ടെംപ്ലേറ്റിനകത്ത് വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോമിനകത്ത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോം ഡോട്ട് HTML നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോം ഡോട്ട് ആസ് അണ്ടർസ്കോർ പി ടാഗിലായിരിക്കും എല്ലാം ഫീൽഡ്സ് വരിക. ഓക്കെ, സോ ഇങ്ങനെ ഒരു വ്യൂസിനകത്ത് ഇപ്പോൾ ഈ പുതിയ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം നമ്മൾ പുതിയൊരു URL നമ്മൾ ആഡ് ചെയ്യണം. അതിന് നമ്മൾ URLസിനകത്ത് കയറിയിട്ട് URL പാറ്റേൺസിന് നമ്മൾക്ക് ഇവിടെ അറയ്ക്കകത്ത് കോമ ഇട്ടിട്ട് നമ്മൾ പുതിയൊരു പാത്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, വെബ് പേജ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പേര്, നിങ്ങൾക്ക് വേറെ എന്ത് വേണം പേര് കൊടുക്കാം. അതിൽ നമ്മുടെ വ്യൂസ് ഡോട്ട് വെബ് പേജ് വ്യൂ, അതായത് നമ്മുടെ ഈ ഫംഗ്ഷൻ, ഓക്കെ, ഈ ഫംഗ്ഷന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സേവ് ചെയ്യാം. സേവ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു URL വരും ജാങ്കോൻ്റെ. അപ്പോൾ നമ്മൾ കൊടുത്ത പുതിയ URL, അതായത് വെബ് പേജ് വ്യൂ, ഓക്കെ, /വെബ് പേജ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, സോറി ക്യാപ്സ് ആയിപ്പോയി, വെബ് പേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെബ് പേജിൻ്റെ ഫീൽഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ സബ്മിറ്റ് അടിക്കുമ്പോൾ ഇവിടെ എല്ലാം വാലിഡേഷൻ ആണ്. ഓക്കെ, നമുക്കിവിടെ നെയിം കൊടുക്കണം, URL ഒക്കെ കൊടുക്കണം. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ ഒരു ഗെയിംസ് എടുക്കാം. ഓക്കെ, ഗെയിംസ് ഞാനിവിടെ സ്നേക്ക് ആൻഡ് ലാഡർ. ഓക്കെ, പിന്നെ URL എന്ന് പറഞ്ഞാൽ www.google.com കൊടുക്കുന്നേക്കാളും നല്ലത് ആക്ച്വലി നമ്മളിവിടെ ഗൂഗിൾ കറക്റ്റ് നമ്മൾ URL കൊടുക്കണം, എന്നാലേ
HTTPS ഈ ഒരു ഫോർമാറ്റിൽ വേണം കൊടുക്കാനായിട്ട്. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സബ്മിറ്റ് അടിക്കുക. ഓക്കെ, വെബ് പേജ് വിത്ത് ദിസ് URL ഓൾറെഡി എക്സിസ്റ്റ്. ഞാൻ ഇതിന് മുമ്പേ ഞാൻ ഈ കോഡിങ് ചെയ്തതിന് ശേഷം ഇതേ സെയിം URL ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ സെയിം URL ആണെങ്കിൽ ചെറിയ എറർ അടിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് google.com/555 എന്ന് കൊടുത്താൽ സബ്മിറ്റ് കൊടുത്താൽ സബ്മിറ്റായി. ഞാനിവിടെ മെസ്സേജ് ഒന്നും ആഡ് ചെയ്തില്ല. അപ്പോൾ ഇത് ആഡായി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അഡ്മിൻ പേജിലേക്ക് വരിക. ഓക്കെ, അഡ്മിൻ പേജിനകത്ത് ഞാൻ പ്രവീൺ 234 ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ പുതിയ ക്ലാസ് ആഡ് ചെയ്ത് വെബ് പേജസ് ആണ്. ഓക്കെ, വെബ് പേജസ് ഫീൽഡിലാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ വെബ് പേജസിനകത്ത് കയറുമ്പോൾ ഓക്കെ, ഇവിടെ കണ്ട സ്നേക്ക് ആൻഡ് ലാഡർ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു ഫോമിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ഫീൽഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഡേറ്റാ ബേസിനകത്തോട്ട് സേവ് ആവുന്നു. സോ സ്നേക്ക് ആൻഡ് ലാഡർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കാണും നമ്മൾ കൊടുത്ത URL, നമ്മൾ കൊടുത്ത നെയിം, അതേപോലെ നമ്മൾ കൊടുത്ത ടോപ്പിക്, നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്. സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫോം നമ്മൾ എങ്ങനെയാണ് ഡേറ്റാബേസിനകത്തോട്ട് സേവ് ആവുന്നത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു രജിസ്റ്റർ, രജിസ്റ്റർ യൂസർ രജിസ്റ്ററോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫോം, അങ്ങനെയൊക്കെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഡേറ്റ എല്ലാം നമുക്ക് ഡേറ്റാബേസിനകത്തോട്ട് സേവ് ചെയ്യണം. ഇതാണ് നമുക്ക് ജാങ്കോ മോഡൽ ഫോംസ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ, സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ.